ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായിട്ടുള്ള ഈ ദിവസങ്ങളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. കാരണം അവൾ വെറും ഒരു സ്ത്രീയല്ല, മറിച്ച് പരിശുദ്ധ മറിയം നമുക്ക് വിശ്വാസത്തിൻ്റെ മാതൃകയും സഭയുടെ അമ്മയും വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയും അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവകൃപ നിറഞ്ഞവളുമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന്. പ്രിയമുള്ളവരെ, ദൈവദൂതൻ്റെ ഈ വാക്കുകൾ പരിശുദ്ധ മറിയം ശ്രവിച്ചപ്പോൾ ആദ്യമൊന്ന് അസ്വസ്ഥയായെങ്കിലും പിന്നീട് ദൈവത്തിൻ്റെ സ്വരത്തിന് അവൾ കാതോർക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവസ്വരത്തിന് കാതോർക്കേണ്ട നിമിഷങ്ങളാണ് ഈ പുണ്യദിനങ്ങൾ. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവസ്വരത്തിന് കാതോർത്ത നിമിഷങ്ങൾ, ദൈവത്തിൻ്റെ പ്രത്യുത്തരത്തിന് തന്നെ വിട്ടുകൊടുത്ത നിമിഷങ്ങൾ അനേകമുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ മറിയം പറയുമ്പോൾ രക്ഷയുടെ വലിയൊരു രക്ഷാകര പദ്ധതി അവിടെ തുറക്കുകയാണ്. അത് വിശ്വാസികളായ നമുക്ക് കൃപയുടെ നീർച്ചാലായി ദൈവാനുഗ്രഹത്തിൻ്റെ പാതയായി മാറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് നിന്നോടുകൂടെ എന്ന് ദൂതൻ ദൈവപിതാവിൻ്റെ അഭിവാദന സ്വരം അറിയിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം, മഹോന്നതനായ ദൈവം ഈ പാപിക്ക് സമീപസ്ഥനായിരിക്കുക, മഹോന്നതനായ ദൈവം നമ്മോട് കൂടെ ആയിരിക്കുക, നമ്മോടൊത്ത് സഞ്ചരിക്കുക എത്ര വലിയ അനുഗ്രഹമാണ് എന്ന്. നമ്മളോടുകൂടെ സഞ്ചരിക്കാനും നമ്മളോടുകൂടെ നടക്കാനും ഒക്കെ മഹോന്നതനായ ദൈവം തുനിഞ്ഞിറങ്ങുമ്പോൾ പാപികളും ബലഹീനരുമായ നമ്മൾ എത്രമാത്രം അയോഗ്യരാണ് എന്ന് നമ്മൾ ചിന്തിക്കാം. എന്നാൽ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ജനനം മുതലേ അവൾ വിശുദ്ധയായിരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധയായിരുന്നു. കാരണം അവളുടെ ജീവിതത്തിലെ താഴ്മയാണ് കൃപയുടെ നിറവാക്കി അവളെ മാറ്റിയത്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലെ വിശ്വാസമാണ് അവളുടെ കൃപയുടെ പ്രതിഫലനമായി മാറിയത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന വാക്കാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലെ ദൈവത്തിനോടുള്ള പ്രത്യുത്തരമായി, അല്ലെങ്കിൽ രക്ഷയുടെ വഴിയായി അനേകർക്ക് കൃപയുടെ നീർച്ചാലായി മാറിയത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അതിലൂടെ നാം മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ജർദ്രുദിനോട് പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു: പിതാവായ ദൈവം എന്നെ അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞ ആ സ്വരത്തിനേക്കാൾ, അല്ലെങ്കിൽ ആ വാക്കുകളേക്കാൾ കൂടുതൽ മനോഹരവും മഹനീയവുമായ ഒരു വാക്ക്, അല്ലെങ്കിൽ അഭിവാദന സ്വരം എനിക്ക് പ്രിയങ്കരമായിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. പരിശുദ്ധ മറിയം ഈ കൃപ സ്വന്തം കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒന്നും നേടിയെടുത്തതല്ല, മറിച്ച് പരിശുദ്ധ മറിയം ഈ കൃപ നേടിയെടുത്തത് തൻ്റെ താഴ്മ കൊണ്ടും വിനയം കൊണ്ടും ജീവിതം കൊണ്ടുമാണ്. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവൾ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു പദമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ച മാതൃകയാണ് പരിശുദ്ധ മറിയം എന്നാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിൽ തിരുസഭയെപ്പറ്റിയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പരിശുദ്ധ മറിയം ദൈവകൃപ നിറഞ്ഞ അമ്മയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് മുന്നേറുവാൻ സാധിക്കുന്നത്. പരിശുദ്ധ മറിയത്തിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കൃപയുടെ നീർച്ചാലായി അനുഗ്രഹത്തിൻ്റെ പാതയായി
പരിശുദ്ധ മറിയത്തിന് മാറാൻ കഴിഞ്ഞത്. ഇതേപോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, ദൈവത്തിൻ്റെ സാന്നിധ്യമായി, മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്ന പാതയായി മാറുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളായതുകൊണ്ട് തന്നെ അവൾ പാപത്തിൽ നിന്നും പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടവളാണ്. ദൈവത്തിൻ്റെ ഈ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തെ പോലെ താഴ്മയോടെ വിനയത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ദൈവഹിതത്തിന് കാതോർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ എല്ലാവിധ മാധ്യസ്ഥ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ മുഴുവനും അവളിൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. കാരണം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ മറിയത്തിന് തൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചത്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വാക്യത്തിന് അല്ലെങ്കിൽ വചനത്തിന് അവൾ ജീവിതം മുഴുവൻ കർത്താവിനോടൊപ്പം സഞ്ചരിച്ചവളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങി നിന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വായത്തമാക്കുവാൻ നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം. പരിശുദ്ധ മറിയത്തിൽ വിളങ്ങി നിന്ന ദൈവകൃപയോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുക്കുമാരനോട് നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയം ദൈവകൃപ നിറഞ്ഞവൾ ആണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിൽ വിളങ്ങി നിന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. കാരണം പരിശുദ്ധ മറിയം വെറും ഒരു സ്ത്രീയല്ല, മറിച്ച് അവൾ ദൈവപുത്രൻ്റെ അമ്മയും രക്ഷയുടെ വഴിയിലെ നമ്മുടെ സഹയാത്രികയും അതോടൊപ്പം സഭയുടെ അമ്മയും വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയുമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ദൈവപിതാവിൻ്റെ സന്ദേശവുമായി ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന അഭിവാദന സ്വരവുമായിട്ടാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവളിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ കൃപ സ്വന്തം കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒന്നും നേടിയെടുത്തതല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും താഴ്മയോടെ വിനയത്തോടെ അവൾ ചേർന്ന് നിന്നതുകൊണ്ടാണ് ദൈവകൃപയുടെ പാത്രമായി മാറുവാൻ, ദൈവത്തിൻ്റെ പ്രീതികരമായ പാത്രമായി മാറുവാൻ അവൾക്ക് സാധിച്ചത്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയായ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അവളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ വാക്കാണ് ദൈവകൃപ നിറഞ്ഞവൾ എന്നത്. മറിയം സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിൻ്റെ വിശുദ്ധിയും താഴ്മയും വിധേയത്വവുമൊക്കെയാണ് അവളെ ദൈവം തിരഞ്ഞെടുക്കുവാൻ കാരണമായത്. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായുള്ള മഹത്തായ പദ്ധതിയിൽ ദൈവം അവളെ പ്രധാന പങ്കാളിയാക്കുകയും ചെയ്തു. മറിയത്തിൻ്റെ മഹത്വം അവളുടെ വിനയത്തിലാണ്. ദൂതൻ്റെ സന്ദേശം കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. അവളുടെ അതെ എന്ന വാക്കാണ് ലോകത്തിന് രക്ഷയുടെ വഴി തുറക്കുന്ന കൃപയുടെ നീർച്ചാലായി മാറിയത്. കൃപ നിറഞ്ഞവൾ എന്ന വാക്കിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കൃപ എന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ്. നിറഞ്ഞവൾ എന്ന വാക്കിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ കരുണയിൽ നിലനിന്നിരുന്നു എന്നതാണ്. അവൾ പാപരഹിതയായി ദൈവത്തിൻ്റെ മഹത്വത്തിൽ ജീവിച്ചു. അതുകൊണ്ട് അവൾ വിശ്വാസികളുടെ മാതൃകയിൽ നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ മറിയത്തിൻ്റെ വിനയമാണ് അവളെ കൃപയുടെ നിറവാക്കി മാറ്റിയത്. മറിയത്തിൻ്റെ താഴ്മയാണ് അവളെ കൃപയുടെ പ്രതിഫലനമാക്കി മാറ്റിയത്. പരിശുദ്ധ മറിയത്തിൻ്റെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ
എന്ന വാക്കാണ് ലോകത്തിന് രക്ഷയുടെ വഴി തുറക്കുന്ന കൃപയുടെ നീർച്ചാലായി മാറിയത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മറിയം കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന്. ഈ തിരുവചനത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയോടുകൂടി അവൾ എത്രമാത്രം സഹകരിച്ചു എന്നിരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് ദൈവദൂതൻ പിതാവായ ദൈവത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ അഭിവാദന സ്വരം മറിയത്തെ അറിയിച്ചപ്പോൾ അവൾ ആദ്യമൊന്ന് അസ്വസ്ഥയായെങ്കിലും പിന്നീട് ദൈവഹിതത്തോട് പ്രത്യുത്തരിക്കാൻ അവൾ സന്മനസ് കാണിച്ചു. ആ ദൈവസ്വരത്തിന് കാതോർത്തതുകൊണ്ട് അവൾക്ക് ദൈവിക പദ്ധതിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളിയാകുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയോടൊത്ത് സഹകരിക്കുവാൻ അവൾക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും, പ്രത്യേകിച്ച് കുരിശിൻ്റെ ചുവട്ടിൽ, കാനായിലെ കല്യാണ വിരുന്നിൽ ഒക്കെ നമ്മൾ കാണുന്നത് ഇതാണ്: ദൈവകൃപയോട് സഹകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ അവൾക്ക് സാധിച്ചു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന വാക്യവുമായി നാം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ സഞ്ചരിക്കുവാൻ ആവശ്യമായത് ദൈവത്തിൻ്റെ സാന്നിധ്യ അവബോധമാണ്. കർത്താവ് നിന്നോടുകൂടെ എന്ന വാക്ക് നാം ശ്രവിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും ജീവിതത്തിനുമൊക്കെ അനുഭവപ്പെടുന്നതായ ആ വലിയൊരു അനുഭവം അല്ലെങ്കിൽ വലിയൊരു സന്തോഷം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം മഹോന്നതനായ ദൈവം നമ്മെപ്പോലെ ഒരു പാപികളുടെ കൂടെ നടക്കുക, അല്ലെങ്കിൽ നമ്മോടൊത്ത് സഞ്ചരിക്കുക, നമ്മുടെ കാര്യങ്ങൾ ഇടപെടുക, നമ്മെ കരുതുക, ശ്രദ്ധിക്കുക, നോക്കുക എന്നൊക്കെ എത്ര വലിയ കാര്യമാണെന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവ് നിന്നോട് കൂടെ എന്ന വചനവുമായി നാം സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മോടൊപ്പം മഹോന്നതനായ ദൈവം നടക്കുക എന്ന് പറയുന്നത് എത്ര വലിയ അനുഭവമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവദൂതൻ ഈ അഭിവാദന സ്വരം അവളെ അറിയിച്ചപ്പോൾ ദൈവം അവളോടൊത്ത് നടക്കുവാൻ തുടങ്ങുകയാണ്. അവളുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഒരു ദൈവം പരിശുദ്ധ മറിയത്തിൻ്റെ കൂടെ നടക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പരിശുദ്ധ മറിയത്തെ പോലെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ, ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്ക് നടുവിൽ പതറാതെ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നത്. മറിയത്തിൻ്റെ ഹൃദയം ശുദ്ധവും വിനയവും നിറഞ്ഞതായിരുന്നു. അവൾ തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയിൽ അവൾക്ക് പൂർണ്ണമായി നിലനിൽക്കാൻ സാധിച്ചത്. പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളായതുകൊണ്ട് തന്നെ അവളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും അടയാളമായി മാറി. പരിശുദ്ധ മറിയത്തിൻ്റെ ജനനം മുതൽ പരിശുദ്ധിയുടെ നിറകുടമായിരുന്നു. ദൈവകൃപയിൽ നിറഞ്ഞവളായി ജീവിച്ചവളായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം കൃപയുടെ തെളിവാണ്. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളായതുകൊണ്ട് തന്നെ അവൾ പാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവളാണ്. അതായത് കൃപ നിറഞ്ഞവളെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവളെ മുഴുവൻ മൂടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അവളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് അർത്ഥം. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവൾ എന്നതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: കൃപ നിറഞ്ഞവൾ എന്ന പദം വെറും ഒരു പദമല്ല, മറിച്ച് കൃപയിൽ ജീവിച്ച് കാണിച്ച മാതൃകയാണ് പരിശുദ്ധ മറിയം എന്നതാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച്
മുന്നോട്ടു പോയ ജീവിതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരിശുദ്ധ മറിയത്തിനോടൊപ്പം ദൈവത്തിങ്കിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കും. കാരണം പരിശുദ്ധ മറിയം നമ്മെ നയിക്കുന്നത് ദൈവത്തിങ്കിലേക്കാണ്, അല്ലെങ്കിൽ ദൈവപുത്രനിലേക്കാണ്. കൃപ നിറഞ്ഞവൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന പരിശുദ്ധ മറിയം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കുക, വിശുദ്ധിയും വിനയവും പാലിക്കുക, ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്ത് ദൈവഹിതത്തോട് പ്രത്യുത്തരിക്കുക, ദൈവകൃപയിൽ ജീവിക്കാൻ പരിശ്രമിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നിരവധി വെല്ലുവിളികളും കഷ്ടപ്പാടുകളുമുണ്ട്. പക്ഷേ മറിയത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുമ്പോൾ ദൈവകൃപ നമ്മെ നിറയ്ക്കും. അവളുടെ ഇടപെടൽ വഴി നമുക്കും ദൈവകൃപയുള്ളവരായി മാറി ദൈവത്തിൻ്റെ പദ്ധതിയോടൊത്ത് സഹകരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. മറിയം ദൈവകൃപ നിറഞ്ഞവളായതുപോലെ നമുക്കും ദൈവകൃപയിൽ ജീവിക്കാൻ കഴിയട്ടെ. അവളുടെ മാതൃസ്നേഹം നമ്മെ എല്ലായ്പ്പോഴും സംരക്ഷിക്കട്ടെ. കൃപയാൽ ഞങ്ങളുടെ കടപത്രം നീക്കി ശിക്ഷാവിധി പോക്കാൻ രണ്ടാം വരവിങ്കൽ ധന്യേ മാതാവേ നിൻസുതനുടെ പക്കൽ മധ്യസ്ഥത ചെയ്യുവാൻ കേഴുന്നടിയങ്ങൾ. ഹാലേലുയ്യ, ഓ ഹാലേലുയ്യ. അവൾ പ്രാർത്ഥന ഞങ്ങൾക്കഭയം കോട്ടയുമാം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.